അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ രാവിലെ പോയിട്ടില്ല, ഉച്ചയ്ക്ക് ശേഷമാണ് ജോലിക്ക് പോകുന്നത്. 3 മണി മുതൽ 7 മണി വരെ. അപ്പോൾ ഇതാ രാജേട്ടനെ അവിടെ കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ അമ്മൂന് പോകണം. അപ്പോസിന് 8 മണിയൊക്കെ ആകുമ്പോഴാണ് പോവുക. അമ്മു പുറത്തോട്ട് നമുക്ക് ചോറാക്കണം. രാജേട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതാ വിളക്കൊക്കെ വെച്ച് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രാവിലെ എന്നുള്ള ശീലമാണ്. കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് ഇവിടെ പ്രശ്നമൊന്നും എല്ലാവരും ഉണ്ട്. ഇവിടെ നല്ലൊരു കാലാവസ്ഥയായിട്ട് രാവിലെ കുഴപ്പമില്ല. ഇനി ഞാൻ വേഗം ഇന്ന് രാജേട്ടനെ ചോറാക്കി കൊടുക്കലൊക്കെ. അപ്പം അന്ന് ഞാൻ വേഗം ആക്കട്ടെ, കാണിക്കട്ടോ. രാവിലത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതാട്ടോ ദോശ. ചമ്മന്തി അരച്ച വേഗം തേങ്ങയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി, കട്ടൻ ചായ. ചായ കുടിക്കുന്നില്ല, കാണിക്കുന്നില്ല. അപ്പം ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ, കുടിക്കണം. ഇവർ തിരക്കല്ല, രാവിലെ ഭയങ്കര തിരക്കാണ്. ഈ തിരക്ക് കാണാൻ ഞാൻ അവിടെ ഉണ്ടാവാറില്ല. ആ നേരം ആകുമ്പോഴേക്കും ഞാൻ ലാബിലെത്താറാണ്. അപ്പോൾ അവർ ഓരോരുത്തർ പുറപ്പെടണു, കുളിക്കണു. രാജേട്ടുള്ള പണി ഡ്രസ്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, വെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മൂനുള്ള ചോറാക്കലാണ്. അതിനിപ്പോൾ അവള് വരണം, എത്ര ആക്കണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോസിന് ഞാനാക്കിയാൽ പറ്റില്ല, അവന് ഞാനാക്കിയാൽ വീണ്ടും ചോറ് ഇതിലേക്ക് ഇടും. ഇത്ര ആക്കണ്ട, അവനാക്കിക്കോളാൻ പറയും. അപ്പം 3 ആളുണ്ടോ? ആയിക്കോട്ടെ, ഒരു ഇത്തിരി ചോറ് കൊണ്ടോ, അത് 3 ആളാണ് കഴിക്കുക. എന്താ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കില്ല, ഒക്കെ ഉണ്ടാക്കൽ തുടങ്ങണേ ഉള്ളൂ. ബീൻസ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഉള്ളില്ലേ, സവാള പച്ചമുളകും ഒക്കെ പാടെ ഉപ്പൊക്കെ ഇട്ടൊന്ന് കുഴച്ചെടുത്തിട്ടേ അതിലേക്ക് മറ്റേ സുറുക്ക കുറച്ചൊഴിച്ചു. ചമ്മന്തിന് മീനുണ്ട്, കൊണ്ടുപോകണമെന്നില്ല. പുളിയിഞ്ചിയൊക്കെ ഇട്ടോ, ഓണത്തിനുണ്ടാക്കിയ പുളിയിഞ്ചിയൊക്കെ ഉണ്ട്, അതൊന്നും മക്കൾ കൊണ്ടുപോകില്ല. കറികളൊക്കെ ഇനി ഇവർ പോയി കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുക, ഉച്ചയാകുമ്പോഴേക്കല്ലേ. ഇത്ര ചോറാട്ടോ, ഇത്ര ചോറുണ്ടേ 3 ആൾക്കുള്ളതാണ്. അവർ 3 ആൾ കുട്ടികളൊക്കെ പാട് ചേർത്ത് കഴിക്കുന്നതാണ്. കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഞാൻ വല്ലാണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചമ്മന്തി, ഉള്ളി, അതുപോലെ ബീൻസ് ഉപ്പേരി. പൊതിയൽ ഇനി രാജേട്ടനാട്ടോ, എനിക്ക് പൊതിയാൻ അറിയില്ല. അത് പൊതിയ ഉണ്ടാവും. മീൻ വറുത്താണോ? വേണമെങ്കിടാ, വേണ്ട വേണ്ടാന്ന്. അപ്പം ഇത് രാജേട്ടൻ പൊതിയിട്ട് ഇതിനൊക്കെ കുറച്ച് ചോറ് വാരി കൊടുക്കട്ടെ. അതിന് വെച്ചിട്ടാ രാവിലെ ഒന്നും കഴിക്കാണ്ട് അങ്ങനെയൊക്കെ പോകും. അടുക്കളയൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് നിൽക്കണം. ഇനി ഒരു പോയി കഴിഞ്ഞിട്ട് സാവധാനം എടുക്കണം. ഇന്ന് ഉച്ചയ്ക്കല്ലേ, അപ്പം അത് വാരി കൊടുത്താൽ കുറച്ചെങ്കിലും വയറ്റിൽ പോകണം. കഴിക്കില്ല കേട്ടോ, കഴിക്കാൻ കുറച്ച് പിന്നാക്കാം. അവരെന്നുണ്ടാവുമ്പോൾ ഇവയും കൊടുക്കട്ടെ, നേരം വഴുകി. അപ്പോൾ ഞാൻ അതൊക്കെ ശരിക്കും പൊതിയാനറിയില്ല. ആ പൊതിഞ്ഞാരും വൃത്തി കിട്ടില്ല. ഇതെങ്ങനെയാണ് ബാഗിലേറ്റി പോകണ്ടേ? അപ്പോൾ ഇത് കണ്ടിട്ട് എത്ര ചോറാണ് ഞാൻ പറയപ്പെടാതെ 3 ആക്കാണ് അറിഞ്ഞേ. രാജന് എന്നത് പൊതിഞ്ഞെടുക്കല്ലേ? എങ്ങനെ ഈ ബാഗിൽ കുഞ്ഞു ബാഗും ഉണ്ട്. കവറിലാ റബ്ബറാ? സമയം 36 37. എപ്പോഴാ ബസ്? 40-നോ? 45. അച്ഛൻ വണ്ടി എടുത്തു വായോ. ആ അപ്പൊ അച്ഛൻ്റെ ഒരുങ്ങി, എൻ്റെ ഒരുങ്ങാത്ത. ഔ അമ്മയൊക്കെ തന്ന് കേറ് ഓപ്പേറ്റ്. ടാറ്റ അമ്മ. ഇതൊക്കെ മടിയായിട്ട് പോയി. പോണ്, എന്താളും പോയി. ഇനിയിപ്പോൾ അടുത്തത് അപ്പൂസ്. അവൻ പോയിട്ടില്ല കേട്ടോ. അവൻ്റെ ചോറൊക്കെ എന്നെ ആക്കി വെച്ചിട്ടുണ്ടോ. എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഇങ്ങനെ കെട്ടി കവറിലാക്കി വയ്ക്കും. അവനെത്ര എടുത്താലും ഞാൻ കൂടുതലാക്കി വെച്ചിട്ടേ ഇഷ്ടമല്ല അങ്ങനെ ആക്കണത്. പിന്നെ ചായ കുടിക്കണം. കുറേ ദിവസമായി. അപ്പോൾ പോയിട്ട് എല്ലാവരും പോയി.
അവനെ ഇവിടെ നിന്നിട്ട് നമ്മുടെ താഴെ നിന്നിട്ട് മേലെ നമ്മുടെ ആ പച്ചക്കറിയൊക്കെ അല്ലേ അതൊന്ന് നോക്കി നല്ല ഉണങ്ങിയിരുന്നു കേട്ടോ. അപ്പം ഇനി മേലെ നിന്ന് പോയോടെ അപ്പം ഞാൻ എന്ത് ചെയ്തു അറിയോ, ഇതെന്താ വെച്ചാൽ കഞ്ഞിരവെള്ളമല്ലേ, പുളിപ്പിച്ച് 2-3 ദിവസം മുന്നുള്ള കഞ്ഞിരവെള്ളം എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വെണ്ണീറൊക്കെ ഇട്ടിട്ടേ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ ആയി കയറിയിട്ട് നമ്മുടെ കോണിയുടെ വെച്ചിട്ട് കോണി വെച്ചിട്ടാണ് മേലേക്ക് കയറാൻ. കയറിയിട്ട് കാണിക്കാം. അതിൻ്റെ മേലെ പോയിട്ടേ നല്ല വെയിലല്ലേ, നമ്മുടെ ചെടികൾ മൊത്തം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. മുളകും മറ്റേ വയലറ്റ് കാന്താരിയൊക്കെ അല്ലേ, വഴുതനയുടെ ഒക്കെ വിത്തായി തുടങ്ങി. നമുക്ക് കിട്ടിയത് കണ്ടോ, ഇത്ര കിട്ടി. കാന്താരി മുളകാണത്, ആ വയലറ്റ് കാന്താരി ഇല്ലേ, അതും വഴുതനയും ഒരു 2-3 പച്ചമുളകുണ്ട്. പക്ഷേ സങ്കടമായിട്ടോ, കാരണം അത്രയും ഉണ്ടായിട്ട് ആ മരം ഒക്കെ ഉണങ്ങാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. കുറേ ഉണങ്ങിപ്പോയി. ഇനി കുറേ ഞാൻ കഞ്ഞിരവെള്ളമൊക്കെ പുളിപ്പിച്ച കഞ്ഞിരവെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി കൊടുത്തിട്ടുണ്ട്. ഇനി നാളെ ഒന്ന് വന്നിട്ടൊന്ന് രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊന്ന് കയറി വെക്കണം. 2-3 പ്രാവശ്യം ഇപ്പോൾ വൈകുന്നേരം കൂടെ വെള്ളം ഒഴിച്ചാൽ ശരിയാവും കേട്ടോ. ഇത്ര ദിവസം അത് കിട്ടാണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ഇത്രയും മുളക് കിട്ടി. ഇത് വെറുതെ സുറുക്കയിലിട്ട് ചില രസമാണ്. അപ്പം ഇനി ഞാൻ സമയം കളയുന്നില്ല. ഇപ്പോൾ അവരവിടെ പോയി നോക്കി. ഇനിയിപ്പോൾ വേഗം തുടങ്ങട്ടെ പണി. ഇനി കറി വയ്ക്കണം. ഉപ്പേരി കുറച്ചുണ്ടായിരുന്നു, കുട്ടികളെ കൊണ്ടുപോയി. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ, സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പണികളൊക്കെ കുറേ ഒരുങ്ങിയിട്ടാ. 12:30 ആയി. 12:30 ആകുമ്പോഴേക്കും ഇതാ തിരുമ്പല കഴിഞ്ഞു. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ തിരുമ്പിയിട്ട് ഞാൻ ഉമ്മറത്ത് കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ രാജേട്ടൻ വരുന്നുണ്ടാവും. അപ്പോൾ വെള്ളിയാഴ്ച കൂടി ചിലപ്പോൾ നേരത്തെ വരുന്നുണ്ടാവും ചോറുണ്ണാൻ. ഒപ്പമുള്ള പണിക്കാരൊക്കെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടേ ആകുമ്പോൾ നേരത്തെ മാറ്റുന്നതാണ്. എന്താക്കിയത് അറിയോ, ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഓണത്തിന് കൊണ്ടുവന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊരു പച്ചടി ഉണ്ടാക്കി. പിന്നെ രാവിലത്തെ ബീൻസ് ഉപ്പേരി ഉണ്ട്. വേണ്ട സാമ്പാറുണ്ടാക്കി. സാമ്പാർ എന്ന് വെച്ചാൽ എല്ലാതും ഇട്ടുണ്ട്. മല്ലി ഇട്ടോ, തേങ്ങ വറുത്തരച്ചിട്ടില്ല, അതില്ലാണ്ടുള്ളൊരു. പിന്നെ ഇപ്പം എന്താ ഇന്നലത്തെ സ്പെഷ്യൽ ഇതാണ്, മീൻ വറുത്തത് ഉണ്ടായിരുന്നു, ചൂതാൻ്റെ അതിട്ട്. പിന്നെ ഇതാ നമ്മുടെ അയില മീൻ കറി. പിന്നെ ഇതാ വേറെ എന്താ വെച്ചാൽ നമ്മുടെ മോരുകറി ഉണ്ട് കേട്ടോ, അത് കുറച്ചിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ എത്രയൊക്കെ ഉണ്ട് വിഭവങ്ങൾ. രാജേട്ടൻ വന്നിട്ട് ചോറുണ്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്തു അറിയോ, കുറച്ച് ചോറ് വെച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ചിട്ടാ, ഇനി വന്നാൽ വൈകുന്നേരം ഇനി 7 മണിയല്ല കണ്ടോ. ഇനി 7 മണി 3 മണിക്ക് ഞാൻ പോയി, 3 മണിക്കല്ല 2:30 ആകുമ്പോൾ ഞാൻ പോകും. ബസ് കിട്ടി അവിടെ എത്തണ്ടേ. എന്നിട്ട് 7 മണിക്ക് ചിലപ്പോൾ തിരക്കുണ്ടെങ്കിൽ നമുക്ക് ആ 7 മണിക്കൊന്നും പോരാൻ പറ്റിയിരുന്നില്ല. അപ്പം എന്നാൽ അപ്പോഴേക്കും ഇങ്ങനെ ഇറക്കി വെച്ചു. നല്ല വേവുള്ള അരിയാണ്. അപ്പം എന്നാൽ വന്നതിന് ചോറ് വയ്ക്കണ്ടല്ലോ, അതിന് വേണ്ടി ചെയ്താണ്. പിന്നെ തുണികളൊക്കെ ഞാൻ എന്ത് ചെയ്തു അറിയോ, നമ്മളെ മുന്നത്തെ ആ ഷീറ്റില്ലേ, ഷീറ്റിൻ്റെ മേലെ കൂടെ കണ്ട ഉമ്മറത്ത് കൂടെ ഒക്കെ തിരുമ്പിയിട്ടുണ്ട്. സെറ്റ് സാരി അവിടെ തിരുമ്പിട്ടു. അത് നമ്മൾ ഓണത്തിന് എടുത്തതായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കുറേ തിരുമ്പിട്ടു. പിന്നെന്താ ജസ്റ്റ് കാണിക്കാം, അടിച്ചൊരു തുടച്ചു. ആ റൂമിലൊക്കെ തുണികൾ കുറേ ഉണ്ടായിരുന്നു മടക്കി വയ്ക്കാനൊക്കെ, അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. അങ്ങനെയൊക്കെ ഇത്രയൊക്കെ തന്നെ. പിന്നെ നമ്മളെ ഈ റൂമിൻ്റെ വാതിൽ പൊളിഞ്ഞോടിയിട്ടോ, എന്താ പറയുക, അതങ്ങോട്ട് ചതൽ പിടിച്ചിട്ട് ഉള്ളിൽ നിന്നോട് ചതൽ പിടിച്ചിട്ടേ പൊളിഞ്ഞോടിയുള്ളൂ. ഇപ്പം ആ റൂം നേരെ വയ്ക്കാനുള്ളൂ, ചിലപ്പോൾ ഞാൻ അത് നിൽക്കുന്നുണ്ടാവുള്ളൂ. ഈ ചതലിൻ്റെ ആ വരവേ എല്ലാ ചതലും ആ റൂമിലേക്കാണ് പോയത്. പിന്നെ ഇനിയിപ്പോൾ എന്താ, എനിക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ വെച്ചിട്ട് ആ ഉറക്കം വരും. എന്നും നമ്മൾ ആ ഉച്ചയ്ക്ക് കിടന്ന് ശീലിച്ചാലേ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഉറക്കം വരാമൊക്കെയാണ്. പിന്നെ തിരക്കുണ്ടെങ്കിൽ പേഷ്യൻ്റൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ അമ്മേ ഈശ്വരാ, അപ്പം ഇനി
രാജേട്ടൻ വേണ്ടതിൻ്റെ ചോറുണ്ണ കാണിക്കാം. അപ്പോൾ അതാ 2 മണിയായിട്ട് രാജേട്ടൻ ചോറുണ്ണാൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പോകുമ്പോൾ കൂടെ എനിക്ക് പോവാൻ ഏലകുളത്തേക്ക് പോവാച്ചിട്ട് അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോകണം. അപ്പം ഞാൻ പുറപ്പെട്ടിട്ടുണ്ട്. പോട്ടെ, ബാഗ് ഇവിടെ റെഡിയാക്കി വെച്ചു. പോയിട്ട് വൈകുന്നേരം കാണാം. ഉച്ചയ്ക്ക് ലാബിലൊക്കെ പോയിട്ടേ 7 മണിയായപ്പോൾ ഞങ്ങൾ കുന്നക്കാട് ഉണ്ട് തറവാട്ടിൽ പോയി. എനിക്ക് ആ ബസ് കിട്ടിയില്ല, 7 മണീൻ്റെ ബസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പോയിരുന്നു. അപ്പം പിന്നെ അപ്പൂസ് വന്നു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏലങ്ങോട്ടേക്ക്. എന്നിട്ട് അങ്ങനെ തറവാട്ടിൽ വന്ന് അപ്പോഴേക്ക് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് നമ്മൾ അരി പൊടിക്കാൻ വേണ്ടിയിട്ട് വെച്ചായിരുന്നില്ലേ, അതാ പൊടിച്ച് വറുത്ത് പൊടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടാ, അതിന് ചൂടാറിട്ട് വെച്ചിട്ടുണ്ട്. ചൂടാറിയിട്ട് വേണം കഴിക്കാൻ. അപ്പം അത് മേടിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ ഇപ്പോൾ കുറച്ച് മുന്നെത്തിയത്. പിന്നെ കറികളൊക്കെ നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് തന്നെ സെയിം. അതിനപ്പോൾ വരുമ്പോൾ ഉണക്കമുള്ളൻ മേടിച്ചു. ഉണക്കമുള്ളൻ അവരെല്ലാവരും മണ്ട ഇട്ടിട്ടാണ് പോയത്. അതിൻ്റെ മണ്ടയൊക്കെ ഞാനായിരുന്നു കഴിക്കുന്നത് കേട്ടോ, ആ കറമുറേനെ കടിച്ചിട്ടുമ്പോൾ. അപ്പം അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വിശേഷമാണ്. ഇനി ചോറുണ്ട് കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പം നിർത്തുകയാണ് കേട്ടോ. നാളെ കാണാം. ബൈ.